ചെയ്യേണ്ടതെന്ന്. അപ്പോൾ റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും മിക്കുള്ളവർക്കും ഒരു ഇച്ചിരി ടഫായിട്ടുള്ളൊരു പോർഷനാണ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നതും വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നതും. പക്ഷേ വേവ് ഓപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുഴപ്പിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് ആയിരിക്കും മിക്ക ക്വസ്റ്റ്യനിലും ഉള്ളത്. പക്ഷേ റേ ഓപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോൺസെപ്റ്റ് കുറച്ചധികം മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അത് NCERT-യിലും നല്ല വിശാലമായിട്ട് കൊടുത്തിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ അതിലുള്ള ഇക്വേഷൻസ് എഴുതി വെക്കുക. ഒരു നോട്ട്ബുക്കിൽ ആദ്യം തന്നെ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കുക. പ്ലസ് ഇക്വേഷൻസ് വരുന്ന സിറ്റുവേഷൻസ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതെങ്കിലും മിനിമം ചെയ്താൽ മതി. നമുക്ക് വാസ്റ്റായിട്ട് പഠിക്കാനൊരു ടൈമില്ല. അപ്പം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ ഇതിലാണ് വരുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നെന്നുള്ളൊരു ബേസിക് ഐഡിയ മതി ഉണ്ടാക്കി വെക്കുക. പ്ലസ് അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ, പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞില്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് വന്നോളും. ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിൽ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാകും, ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ഐഡിയ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ റേ ഓപ്റ്റിക്സ് പഠിക്കാൻ പാടാണെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് റേ ഓപ്റ്റിക്സിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നല്ല, ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇക്വേഷൻസ് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് ആൻസർ കിട്ടുവാണെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയത് വരത്തില്ല, അത് സ്വാഭാവികമാണ്. എങ്കിലും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കുക. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.